ഗുരുവായൂരിൽ വീണ്ടും വർഗീയ പരാമർശവുമായി ബി.ജെ.പി. സ്ഥാനാർത്ഥി ബി. ഗോപാലകൃഷ്ണൻ. നിലവിളക്ക് കൊളുത്തുന്നത് ഹറാമാണെന്ന് പ്രഖ്യാപിക്കുന്നവർക്ക് അമ്പലത്തിലെ കാര്യങ്ങൾ നോക്കാൻ നേരമുണ്ടാകില്ല. ഗുരുവായൂർ ക്ഷേത്രത്തോട് താല്പര്യമില്ലാത്തവരാണ് തെരഞ്ഞെടുക്കപ്പെട്ട എം.എൽ.എമാരെന്നും ബി. ഗോപാലകൃഷ്ണൻ ആവർത്തിച്ചു. ഈ തീർത്ഥാടന കേന്ദ്രത്തോട് അല്പം പോലും താല്പര്യമില്ലാത്തവരാണ് ഈ തീർത്ഥാടന കേന്ദ്രത്തെ ബോധപൂർവം ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവിടെ തെരഞ്ഞെടുക്കപ്പെടാൻ പലപ്പോഴും ഇടതും വലതും നിർത്തിയിട്ടുള്ളത്. നിലവിളക്ക് കൊളുത്തുന്നത് ഹറാമാണെന്ന് പ്രഖ്യാപിക്കുന്നവർക്ക് ഇത് അന്വേഷിക്കാൻ പറ്റില്ല. നിലവിളക്ക് കൊളുത്തുന്നത് ഹറാമാണെന്ന് പ്രഖ്യാപിക്കുന്നവർക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിതൊക്കെ അന്വേഷിക്കും. ഗുരുവായൂരിൽ മതം പറഞ്ഞ് വോട്ട് ചോദിച്ച പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നെന്നും എൻ.ഡി.എ സ്ഥാനാർത്ഥി ബി. ഗോപാലകൃഷ്ണൻ പറഞ്ഞു. താൻ മതം പറഞ്ഞ് വോട്ട് ചോദിച്ചിട്ടില്ല, ഒരു തെരഞ്ഞെടുപ്പ് ചട്ടലംഘനവും നടത്തിയിട്ടില്ലെന്നും ബി. ഗോപാലകൃഷ്ണൻ വിശദീകരിച്ചു. എനിക്ക് പരാതി ഒരു പ്രശ്നമേ അല്ല. ഞാൻ പറഞ്ഞതിൽ 100% വീണ്ടും 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 ഉറച്ചു നിൽക്കും. പരാതി കൊടുക്കുന്നവർക്ക് അത് തോന്നലുണ്ട്, അത് കഴമ്പുണ്ടെന്ന്. പരാതി കൊടുക്കട്ടെ, എനിക്കൊരു വിഷയമില്ല. ഞാൻ പറഞ്ഞതിനകത്തുനിന്ന് ഒരു ഇഞ്ച് ഞാൻ പുറകോട്ടില്ല. ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രമുഖ മുസ്ലിം പണ്ഡിതൻ്റെ യാത്രയിൽ ഈ ചാവക്കാട് ഇവിടുത്തെ അബ്ദുൽ ഖാദർ അടക്കം, ഇവിടുത്തെ പ്രതാപനടക്കം, ഇവിടുത്തെ മുഴുവൻ ഇടതുപക്ഷവും വലതുപക്ഷവും ക്യൂ ആയിരുന്നു. എൻ്റെ തിരുനാവായിലെ കുംഭമേളയിൽ ഒരാൾ തിരിഞ്ഞു നോക്കാഞ്ഞത്? എല്ലാവരെയും വിളിച്ചല്ലോ. എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കിയില്ല? എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കിയില്ലെന്നേ? അതാണ് മതേതരത്വം. ഇവിടെ പോകുന്നവർ അവിടെയും പോകണം. അപ്പം മതേതരത്വമാണ്. ശ്രീ ശിവകുമാരൻ ഉണ്ട് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഒരു വർഗീയ സ്വഭാവമുള്ള പരാമർശമാണ് ഗുരുവായൂരിലെ സ്ഥാനാർത്ഥി ബി. ഗോപാലകൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് പരാതി നൽകിയ ശേഷവും ആവർത്തിക്കപ്പെട്ടിരിക്കുന്നത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? മതം പറഞ്ഞ് ഞാൻ വോട്ട് ചോദിച്ചിട്ടില്ല, എത്ര പരാതി വന്നാലും ഞാൻ നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്ന് ഗോപാലകൃഷ്ണൻ ഇപ്പോൾ പറയുന്നത് കേട്ടു. ഈ ഗുരുവായൂർ ക്ഷേത്രം നിലനിൽക്കുന്ന പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കാത്തവരാണ്. കാരണം ഇതെല്ലാം ഹറാമാണെന്ന് കരുതുന്ന ആളുകൾ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല, അതുകൊണ്ട് അവരെ ജയിപ്പിച്ചിട്ട് കാര്യമില്ല എന്ന് ബി. ഗോപാലകൃഷ്ണൻ പറഞ്ഞതിനകത്ത് പ്രകടമായും ഒരു മതസ്വഭാവം അല്ലെങ്കിൽ മതം പറഞ്ഞുള്ള ഒരു പ്രചാരണത്തിന്റെ സ്വഭാവം അതിനകത്തുണ്ട്. എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഇതിനെന്ത് ക്ലാരിഫിക്കേഷനാണ് അദ്ദേഹം നൽകുന്നത്? ജി കെ, അതിൽ യാതൊരു തർക്കവുമില്ലല്ലോ. ഈ പരസ്യമായാണ് ഗോപാലകൃഷ്ണൻ പച്ചയ്ക്ക് വർഗീയത പറയുക എന്ന് പറഞ്ഞ ഒരവസ്ഥയാണ് ഗുരുവായൂരിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായ ഗോപാലകൃഷ്ണൻ, ഇതിൽ ബി.ജെ.പിയുടെ ചില നേതാക്കൾക്കും ചെറിയ അസ്വാരസ്യങ്ങളും അതൃപ്തികളും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നും ആ വർഗീയ പരാമർശം ആവർത്തിക്കുകയാണ്. എന്തേ നിങ്ങൾ കുംഭമേളയ്ക്ക് പോയില്ല എന്നാണ് ചോദിക്കുന്നത്. അതായത് ഒരു മുസ്ലിം മത പണ്ഡിതന്റെ പരിപാടിക്ക് ക്ഷണിച്ചപ്പോൾ ഇടതും വലതും ഉള്ള, അതായത് കോൺഗ്രസിലും CPIM-ലുമുള്ള നേതാക്കളൊക്കെ തന്നെ അവിടെ പോയി ആ സ്റ്റേജിൽ കയറാൻ തള്ളായിരുന്നു എന്നാണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞത്. പക്ഷേ എന്തുകൊണ്ട് കുംഭമേളയ്ക്ക് പോയില്ല എന്നാണ് തിരിച്ചു ചോദിക്കുന്നത്. അതായത് ഗുരുവായൂരിൽ ഒരു ഹിന്ദു 50 വർഷത്തിന് ശേഷം, അരനൂറ്റാണ്ടായ ഒരു ഹിന്ദു അവിടെ MLA ആയിട്ടില്ല എന്ന് പറഞ്ഞ അതേ ഗോപാലകൃഷ്ണൻ തന്നെയാണ് വീണ്ടും ഇന്ന് വർഗീയ വിഷം ആളിക്കത്തിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരാതി CPIM-ഉം കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ നൽകിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും താൻ കാര്യമാക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതൊരു സ്ട്രാറ്റജിയാണ്. കാരണം കൊടുങ്ങല്ലൂരിലായിരുന്നു ഗോപാലകൃഷ്ണൻ ആദ്യം പരിഗണിച്ചിരുന്നത്. കൊടുങ്ങല്ലൂർ മേഖലയിൽ ഗോപാലകൃഷ്ണൻ വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊക്കെയായി രംഗത്തുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഗോപാലകൃഷ്ണന്റെ പേര് അവിടെ നിന്ന് വെട്ടി. അങ്ങനെ A ക്ലാസ് മണ്ഡലമായിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് C ക്ലാസ് മണ്ഡലത്തിലേക്കാണ് ഗോപാലകൃഷ്ണനെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെ വന്ന സമയത്ത് സ്വാഭാവികമാണ് ഒരു വലിയ അറ്റൻഷൻ ബി.ജെ.പി. സ്ഥാനാർത്ഥിക്ക് ലഭിക്കണമെങ്കിൽ കൃത്യമായ രീതിയിലുള്ള ഒരു പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കണം. അത് ഗുരുവായൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്സ് ഇത് തന്നെയാണെന്ന് ബി.ജെ.പിയും അല്ലെങ്കിൽ ഗോപാലകൃഷ്ണനും മനസ്സിലാക്കുന്നത്. അതായത് ബി.ജെ.പിയിലെ വലിയൊരു വിഭാഗം പ്രവർത്തകർക്ക്, നേതാക്കൾക്ക് ഈ ഒരു വർഗീയ പരാമർശത്തോട് കൃത്യമായിട്ടുള്ള വിയോജിപ്പുണ്ട്. അതായത് മതം പറഞ്ഞുള്ള ഈ വോട്ട് ചോദിക്കലിനോട് വിയോജിപ്പുണ്ട്. കൂടാതെ മറ്റൊരു കാര്യം കൂടി ഗോപാലകൃഷ്ണൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്. മതം പറഞ്ഞ് വോട്ട് ചോദിക്കുന്നത് ശരിയാണോ, സ്ഥാനാർത്ഥികളുടെ കാര്യങ്ങൾ അങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ നേരെ പറയുന്നത് മലപ്പുറത്തേക്ക് നോക്കാനാണ്, അവിടുത്തെ സ്ഥാനാർത്ഥികളുടെ മതം നോക്കാനാണ് ഗോപാലകൃഷ്ണൻ പറയുന്നത്. അപ്പോൾ കൃത്യമായ രീതിയിൽ വർഗീയ പരാമർശമാണ് ഗോപാലകൃഷ്ണൻ നടത്തിയിരിക്കുന്നതെന്ന് വ്യക്തമാണ്. പക്ഷേ പരാതികൾ ഒരു ഘട്ടത്തിൽ പോലും തന്നെ ഭയപ്പെടുത്തുന്നില്ല. താൻ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. കൂടാതെ ഇന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഗുരുവായൂർ നഗരത്തിലെ ഒരു വീട്ടിലെ കിണറ്റിൽ നിന്ന് ഒരു കുപ്പി വെള്ളവും എടുത്താണ് ഗോപാലകൃഷ്ണൻ വന്നത്. ഇത് പൂർണ്ണമായും മലിനമാണ്.
ചോദ്യമാണ്. നരേന്ദ്രമോദിയുടെ സർക്കാർ മാത്രമാണ് ഗുരുവായൂരിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുള്ളൂ എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഗോപാലകൃഷ്ണൻ വോട്ട് ചോദിക്കുന്നത്. എന്തായാലും ഗോപാലകൃഷ്ണന്റെ ഈ മതം പറഞ്ഞുകൊണ്ടുള്ള വോട്ട് ചോദിക്കൽ തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത് ഈ ഒരു പെട്ടെന്ന് ഒരു അറ്റൻഷൻ ലഭിക്കാൻ വേണ്ടി ഒരു സ്ഥാനാർത്ഥി പറയുന്നത് ആയി മാത്രമേ ഒരു വിഭാഗം കണക്കാക്കുന്നുള്ളൂ. പക്ഷേ BJP-യിലെ വലിയൊരു വിഭാഗത്തിന് അതൃപ്തിയുണ്ട്. കാരണം മുസ്ലിം ന്യൂനപക്ഷങ്ങൾ അടക്കം ഒരു പരിധിവരെ BJP-യോട് അടുക്കാൻ ശ്രമിക്കാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.